അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങളിന്ന് സിയാറത്തിനു വേണ്ടി എത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ വടക്കേക്കാട് അടുത്ത് പറയങ്ങാട് എന്ന സ്ഥലത്ത് പറയങ്ങാട് പള്ളിക്ക് ചാരെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഷേഖ് മുഹമ്മദ് മുസ്ലിയാർ ഉപ്പാപ്പ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമിലേക്കാണ്. ഇൻഷാ അള്ളാഹ് അവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. പറയങ്ങാട് എന്ന ഈ പ്രദേശത്ത് തന്നെ ജീവിച്ച വലിയ പണ്ഡിതനായിരുന്നു മഹാനായ ഷേഖ് മുസ്ലിയാർ ഉപ്പാപ്പ റളിയല്ലാഹു അൻഹു. അക്കാലഘട്ടത്തിലെ ഉലമാക്കളൊക്കെ മഹാനവറുകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. വ്യക്തിജീവിതത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തിയിരുന്ന മഹാനാണ് ഷേഖ് മുസ്ലിയാർ ഉപ്പാപ്പ. പള്ളിപ്പറമ്പിലെ മണ്ണ് അവിടുത്തെ പറമ്പിലേക്ക് ആവാതിരിക്കാൻ തൻ്റെ ചെരുപ്പ് തട്ടിയിട്ടേ അവർ സ്വന്തം പറമ്പിലേക്ക് പ്രവേശിച്ചിരുന്നുള്ളൂ. മഹാനവറുകളുടെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നും അവിടുത്തെ പിതാവിൻ്റെ പേര് സൈനുദ്ദീൻ എന്നുമാണ്. വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു അൻഹുവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുകയും ഇരുവരും പരസ്പരം ആദരവുകൾ പുലർത്തുകയും ചെയ്തിരുന്നു. ഉമർ ഖാലിയും മഹാനവറുകളും തമ്മിൽ നിസ്കരിക്കാൻ നിന്ന ഒരു കഥ പറയാറുണ്ട്. മുസ്ലിയാർ ഉപ്പാപ്പയായിരുന്നു അന്ന് ഇമാമ് നിന്നിരുന്നത്. ഉമർ ഖാലി തങ്ങളെ ബാക്കിൽ മഅ്മൂമായിട്ടും നിന്നു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവർ ദിക്റിൽ മുഴുകിയപ്പോൾ മഹാനായ ഉമർ ഖാലി തങ്ങൾ തമാശക്ക് മതി ദിക്ർ ചൊല്ലിയത് എന്ന നിലക്ക് കയ്യ് കൊണ്ട് അടിക്കാൻ ആംഗ്യം കാണിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് മഹാനായ ഉമർ ഖാലി തങ്ങൾക്ക് കയ്യൊന്ന് അനക്കാനോ കയ്യ് നിവർത്തുവാനോ കയ്യ് മടക്കാനോ പറ്റാതെ കയ്യ് അങ്ങനെ സ്റ്റക്കായിട്ട് നിന്ന സന്ദർഭത്തിൽ മഹാനായ മുസ്ലിയാർ ഉപ്പാപ്പ റളിയല്ലാഹു അൻഹു ദിക്റും ദുആവുമൊക്കെ കഴിഞ്ഞു നോക്കുമ്പോൾ മഹാനായ ഉമർ ഖാലി തങ്ങൾ കയ്യൊന്നും അനക്കാൻ പറ്റാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. എന്തുപറ്റിയെന്ന് ചോദിച്ചിട്ട് ആ കയ്യൊന്ന് തടവിക്കൊടുത്തു. കയ്യ് പൂർവ്വസ്ഥിതിയിലായി. അപ്പോൾ മഹാനായ ഉമർ ഖാലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞുവത്രേ, നിങ്ങൾ ഷെയ്ഖാണ് എന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു എന്ന്. അന്നു മുതലാണ് ഷേഖ് മുസ്ലിയാർ ഉപ്പാപ്പ എന്ന പേര് മഹാനവറുകൾക്ക് വരാൻ തുടങ്ങിയത്. അത് പിന്നീട് നാട്ടുകാരായ സാധാരണക്കാരായ ആളുകൾ ഷേഖ് എന്നുള്ളത് ചേക്കു എന്ന് ലോപിച്ച് ചേക്കു മുസ്ലിയാർ ഉപ്പാപ്പ എന്നാണ് പറയാറുള്ളത്. മഹാനായ ഷേഖ് മുസ്ലിയാർ ഉപ്പാപ്പ റളിയല്ലാഹു അൻഹു വലിയ മഹാനും ഒരുപാട് കറാമത്തുകൾ അവരിൽ നിന്ന് ജീവിതകാലത്തും ശേഷവും ഉണ്ടായിട്ടുമുണ്ട്. ബുഖാരി തങ്ങന്മാരിൽപ്പെട്ട ഒരു വലിയ മഹാൻ കിതാബ് ഓതാൻ വേണ്ടി മഹാനായ ഷേഖ് മുസ്ലിയാർ ഉപ്പാപ്പാൻ്റെ മുമ്പിൽ വന്നു. മഹാനവറുകളെ ഒന്ന് പരീക്ഷിക്കണം എന്നു വിചാരിച്ച് എന്തോ ഒന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ആ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും തിരിച്ചു പറഞ്ഞു കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ടവരോട് പൊരുത്തപ്പെടിച്ചു എന്നും പിന്നീട് മഹാനവറുകളുടെ കീഴിൽ ആ തങ്ങൾ ഇൽമു പഠിച്ചു എന്നുമാണ് ചരിത്രം. ഒരിക്കൽ മഹാനവറുകൾ ദർസ് നടത്താതിരുന്ന സമയം ഉമ്മ പറഞ്ഞുവത്രേ, ഹസ്ബുനല്ലാ എന്ന് ചൊല്ലി നടന്നാൽ പോരാ, ദർസ് നടത്തിയിട്ടില്ലെങ്കിൽ പട്ടിണിയാകുമെന്ന്. മഹാനവറുകൾ ഒന്നും മിണ്ടിയില്ല. അന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഉമ്മ അതിശയത്തോടെ പറഞ്ഞു, ഏതോ അപരിചിതർ ഇവിടെ കുമ്പളങ്ങയും അരിയും കൊണ്ടുവന്നു തന്നു, നിങ്ങളെ അന്വേഷിച്ചിരുന്നു. മഹാനവറുകൾ പുഞ്ചിരി തൂകി പറഞ്ഞു, അത് ഹസ്ബുനല്ലാ ആയിരിക്കും. മാത്രവുമല്ല, മഹാനവറുകളുടെ മക്കാമിൽ വന്ന് സത്യം ചെയ്യലിനിക്ക് വലിയ പ്രാധാന്യമുണ്ട്. കള്ളസത്യം ചെയ്യുന്നവൻ അപായപ്പെടും. പോലീസുകാരടക്കം പ്രതികളുമായി വന്ന സംഭവം അനുഭവസ്ഥർ ഇവിടെ പറയപ്പെടാറുണ്ട്. മുമ്പൊക്കെ ഇവിടെ സത്യം ചെയ്യൽ നടന്നിരുന്നത് കമ്മിറ്റിയുടെ ഔദ്യോഗിക അറിവോടെയായിരുന്നു. പിന്നീട് കള്ളസത്യം ചെയ്ത് ചില ബുദ്ധിമുട്ടുകളും അനർത്ഥങ്ങളും ഉണ്ടായതു കണ്ടപ്പോൾ കമ്മിറ്റി ആ വിഷയത്തിൽ നിന്നും ഒഴിവായി. സത്യം ചെയ്യാൻ വരുന്നവർ അവരുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്യുക എന്നായി ഇപ്പോൾ. ഇപ്പോഴും ആളുകൾ ഇവിടെ സത്യം ചെയ്യാൻ വരുന്നത് ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. മാത്രവുമല്ല, കളഞ്ഞുപോയ സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് നേർച്ചയാക്കിയാൽ പെട്ടെന്ന് അതിന് ഫലം കിട്ടുക എന്നതുമൊക്കെ ഇവിടുത്തെ അനുഭവങ്ങളാണ്. മഹാനായ ഷേഖ് മുസ്ലിയാർ ഉപ്പാപ്പ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമിലേക്ക് വരുന്ന വരുമാനം കൊണ്ടാണ് ഇവിടുത്തെ പള്ളിയും ദർസുമൊക്കെ
ഒരു പരിധിവരെ നടന്നു പോകുന്നത്. 167 വർഷം കഴിഞ്ഞു മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട്. ഹിജ്റ 1275 റബീഉൽ ആഖിർ 16 മഹാനവറുകൾ വഫാത്തായത്. ഈ വീഡിയോ കാണുന്ന കഴിയുന്ന മുഅ്മിനീങ്ങളൊക്കെയും ഈ മക്കാമിൽ വന്ന് ഈ മഹാൻ്റെ മക്കാം സിയാറത്ത് ചെയ്യണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. പെരുമ്പടപ്പ് പുത്തമ്പള്ളി മക്കാമിലേക്കൊക്കെ സിയാറത്തിനു വരുന്ന ആളുകൾക്ക് പറയങ്ങാടിലെ ഈ മക്കാമിലേക്ക് വരാൻ വളരെ എളുപ്പമാണ്. അവിടെ നിന്നും കുറച്ച് ദൂരം മാത്രമേ ഈ മക്കാമിലേക്കുള്ളൂ. അള്ളാഹു ഇവിടെ വരാനും ഈ മഹാനവറുകളുടെ മക്കാം സിയാറത്ത് ചെയ്യുവാനുമൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ ഷെയ്ഖ് മുസ്ലിയാർ ഉപ്പാപ്പയുടെ ഈ മക്കാമിലേക്ക് മുസ്ലിമീങ്ങൾ മാത്രമല്ല സിയാറത്തിനു വരുന്നത്. നാട്ടിലെയും പരിസര പ്രദേശത്തുമുള്ള അമുസ്ലിമീങ്ങളായ സുഹൃത്തുക്കളുടെയും വലിയ ഒരു അഭയ കേന്ദ്രമാണ് ഈ മക്കാമ്. ഒരുപക്ഷെ കൂടുതലും ഇവിടെ സിയാറത്തിനു വരുന്നത് അവരായിരിക്കാം എന്നു വേണമെങ്കിൽ പറയാം. അത്രയും അമുസ്ലിമീങ്ങളായ സുഹൃത്തുക്കൾ ഈ മക്കാം സിയാറത്തിനു വേണ്ടി വരുന്നുണ്ട്. അവർക്ക് വലിയ വിശ്വാസവുമാണ്. ഒരുപാട് ഫലങ്ങൾ അവർക്ക് ഈ മക്കാമിൽ നിന്ന് ലഭിച്ചിട്ടുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഷെയ്ഖ് മുസ്ലിയാർ ഉപ്പാപ്പ റളിയല്ലാഹു അൻഹുവിൻ്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തെ ഹക്കിജാഹ് ബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടുമൊക്കെ നമ്മയും കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഹാൻ്റെ ബർക്കത്ത് കൊണ്ട് ഹാസിലാക്കി തരട്ടെ. വീടില്ലാത്തവർക്ക് ഹൈറായ വീടും മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് അൽസിയാറ എന്ന ഈ ചാനലിലെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ആവശ്യങ്ങൾ അറിയിച്ച എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ ഉദ്ദേശങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.